ഓം നമോ ഭഗവതേ വാസുദേവായ. अस्ति स्तम्भं स्नायुबद्धं मांसशोणितलेपितं चर्मावनद्धं दुर्गन्धं पात्रं मूत्रपूरिषयोः जराशोकविभागार्तं रोगमन्दिरमातुरं दुष्पूरं दुर्धरं दुष्टं सदोषं क्षणभङ्गुरं कृमिविड्भस्मसंज्ञान्धं शरीरम् इति वर्णितम् अस्थिरेण स्थिरं कर्म കുതോയം സാധയേനഹി. എൽത്തൂണുകളിൽ ഞരമ്പൂ കയർക്കൊണ്ടു കെട്ടിയുറപ്പിച്ചു രക്തവും മാംസവും തേച്ചു കൊഴിപ്പിച്ചു ചേലായി തൊലി കൊണ്ടു മാച്ചു മറച്ചു മലമൂത്രപാത്രമായി നാറുന്നതായി നരരോഗം ജരയിവ കയറി മുറയ്ക്കാക്രമിച്ചഴൽ ചേർപ്പതായി ഏറ്റം ദുഷിച്ചതായി തൃപ്തി വരാത്തതായി ചെറ്റും ധരിപ്പാൻ പ്രയാസമേറുന്നതായി അന്ത്യം മലമോ പുഴുക്കളോ ചാരമോ എന്തെങ്കിലുമായി കലാശിച്ചിടുന്നതായി നാശം ക്ഷണത്തിനണയുന്നതായി മഹാമോശമായി ദേഹത്തെ വർണ്ണിച്ചിരിപ്പുതേ. നശ്യമാമിത്തനുവാൽ ജനമെന്തഹോ ശാശ്വത കർമ്മമനുഷ്ഠിച്ചിടാത്തതും. യത്പ്രാതഃ സംസ്കൃതം ഛാന്നം സായം തച്ഛ വിനശ്യതി തദീയരസസമ്പുഷ്ടേ കായേ കാ നാമ നിത്യഥാ സപ്താഹശ്രവണാത് ലോകേ പ്രാപ്യതേ നികടേ ഹരിഃ അദോ ദോഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം. രാവിലെ പാകപ്പെടുത്തു മന്നാദികൾ രാവിലേക്കാറി വളിച്ചു നശിച്ചു പോം. ഇത്ര വേഗം കെടും അന്നരസത്തിനാൽ വീർത്തദേഹം ക്ഷതി പറ്റാതിരിക്കുമോ? മർത്യനി തോർത്തു നിമിഷം കളയാതെ നിത്യപദ ലക്ഷ്യകൃത്യങ്ങൾ ചെയ്യണം. സപ്തപാരായണ കർണനാമൊന്നിനാൽ ക്ഷിപ്രം അരികത്തണഞ്ഞിടും ശ്രീഹരി. പാപശമനത്തിനേവനും എന്നുമീ ശ്രീപതി സത്കഥ കേൾക്കയാണുത്തമം. ബുദ്ബുദാ ഇവ തോയേഷു മശകാ ഇവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാ ശ്രവണവർജിതാഃ ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥിവിഭേദനം ചിത്രം കിമു തദാ ചിത്തഗ്രന്ഥിഭേദ കഥാശ്രവാത്. അച്ചരിതം ശ്രവിക്കാത്തവർ തഞ്ജനുസീച്ച കൊതുകുകൾ തഞ്ജനി പോലെയും നീർപ്പോളമട്ടിലും നാശം വരിക്കുന്നു ചിത്പദപ്രാപ്തിക്കുപകരിക്കാതഹോ. ഏതൊന്നു കേൾക്കവേ നീരസമായി ജഡഭൂതമാം വേണുവിൻ ഗ്രന്ഥി തകർന്നുവോ. ആ സത്കഥ കേൾക്കിലുള്ളം നിറഞ്ഞഴും വാസന കെട്ടുപൊട്ടുന്നതു ചിത്രമോ. ഭിദ്യതേ ഹൃദയഗ്രന്ഥിഃ ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ സംസാരകർദമാലേഭ പ്രക്ഷാളനപടീയസി കഥാ തീർത്തേ സ്ഥിതേ ചിത്തേ മുക്തിരേവാ ബുധൈ സ്മൃതാ. സപ്താഹപാരായണം കേട്ടിരിപ്പവർക്കപ്പോഴേയറ്റുപോം സർവബന്ധങ്ങളും. സന്ദേഹമെല്ലാം ഒടുങ്ങുന്നിതു കർമ്മസന്തോഹവും നശിക്കുന്നു നിശേഷമായി. വായിക്കുമ സംസാരമാം ചെളിയാകവേ പോക്കുന്ന സത്കഥ തീർത്ഥമിരിക്കവേ. ആശയത്തിൽ ചെറ്റഴുക്കൂ പുരണ്ടിടാൻ ലേശവും സദ്ഗതിയില്ലെന്നു ചൊല്ലുതേ. ഏവം ബ്രുവതി വൈ തസ്മിൻ വിമാനമാഗമത്തഥാ വൈകുണ്ഠവാസിഭിർയുക്തം പ്രസ്ഫുരദ്ദീപ്തിമണ്ഡലം സർവേഷാം പശ്യതാം ഭേജേ വിമാനം ധുന്ദുലീസുതഃ വിമാനവൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യമബ്രവീത്. ചന്തമേറും ദിവ്യരൂപം ധരിച്ചൊരാ ദുന്ധുകാരി ദ്വിജനിത്രയും ചൊല്ലവേ കാണായൊരു സുപ്രഭം വിമാനം വന്നു താണതു വിഷ്ണു പരീഷദവാഹിയായി.
ഏവരും കാൺകവേ ദുന്ധുലീപുത്രനെ ആ വിഷ്ണുപാർഷദർ ഏറ്റിടിനാരതിൽ. അപ്പോൾ അവരെ സമീപിച്ചു ചൊല്ലിനാൻ ഇപ്രകാരം ധേനുകർണമാഹീശ്വരൻ. ഗോകർണ ഉവാച അത്രൈവ ബഹവഃ സന്തി ശ്രോതാരോ മമ നിർമ്മലാഃ ആനീതാനി വിമാനാനി ന തേഷാം യുഗപത്കൃതഃ ശ്രവണം സമഭാഗേന സർവേഷാമിഹ ദൃശ്യത്തെ ഫലഭേദഃ കുതോ ജാതഃ പ്രബ്രുവന്തു ഹരിപ്രിയാഃ. ഗോകർണൻ പറഞ്ഞു, പാരായണം കേട്ടിവിടെയിരിക്കുന്നു ധാരാളം ആളുകൾ നിർമ്മല മാനസർ. ഒന്നായ അഖിലരെയും കൊണ്ടുപോകുവാൻ ഇന്നെന്തുകൊണ്ടു വരാഞ്ഞതു വാഹനം. ഒന്നുപോലെ വരും കേട്ടവരാണിവർ, ഭിന്നമായി കാണുവാൻ എന്താണിതിൻ ഫലം. വന്ധ്യഹരിദാസമുഖ്യരെ സന്ദേഹമിന്നെനിക്കുണ്ടിതിൽ തീർക്കണമിക്ഷണം. ഹരിദാസ ഊജുഃ ശ്രവണസ്യ വിഭേദേന ഫലഭേദോത്ര സംസ്ഥിതഃ ശ്രവണം തു കൃതം സർവൈഃ ന തദാ മനനം കൃതം ഫലഭേദസ്തദോ ജാതോ ഭജനാദഭിമാനധാ സപ്തരാത്രമുഭോഷ്യൈവ പ്രേതേന ശ്രവണം കൃതം. വിഷ്ണു പാർഷദർ പറഞ്ഞു, ഭേദം ശ്രവണത്തിൽ വന്നതു പോലെ താൻ ജാതമായി ഫലഭേദവും ഭൂസുര. എല്ലാവരും കഥ കേട്ടിരുന്നിടിലും ഉള്ള മൂന്നിലതിയിലേവരും ഒന്നുപോൽ. പ്രേതമുപവസിച്ച് 7 നാളിലും ചേതസ്സു വെച്ചു താൻ കേട്ടിരിക്കുന്നിതു. മനനാദി തഥാ തേന സ്ഥിരച്ചിത്തേ കൃതം വൃശം അദൃഢം ച ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം സ്നിഗ്ധോ ഹി ഹതോ മന്ത്രോ വ്യഗ്രച്ചിത്രോ ഹതോ ജപഃ അവൈഷ്ണവോ ഹതോ ദേശോ ഹതം ശ്രാദമഭാത്രകം. പിന്നെ മനന നിധിധ്യാസനാദിയും നന്നായവൻ അനുഷ്ഠിച്ചാനചഞ്ചലം. ജ്ഞാനോദയത്തിനിതുകൾ ആവശ്യമാണൂനം ഭവിക്കും അല്ലായിലെല്ലാറ്റിനും. സന്ദേഹമൊന്നിലും പാടില്ല, സംശയം വന്നാൽ ഫലിക്കാതെ പോയിടും മന്ത്രവും. ചിത്തമേകാഗ്രമല്ലെങ്കിൽ ജപത്തിനും സിദ്ധിച്ചിടാഫലം ധാത്രീസുരമണേ. ശ്രീ വിഷ്ണു ഭക്തർ വിളങ്ങാത്ത ദേശമോ ഹേ വിപ്രവര്യ നശിച്ചതാം നിശ്ചയം. ഉത്തമ വിപ്രനു ഭക്ഷണമേകാത്ത ശ്രാദ്ധം പിതൃപ്രീതിദായകമായിടാ. ശ്രീഹരയേ നമഃ.